അപ്പോൾ താമരശ്ശേരിയിൽ ഒരു ഡോക്ടർക്ക് വെട്ടേറ്റ വാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ വാർത്തയേക്കാൾ ഭയാനകമായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾക്ക് കീഴെ വന്ന കമൻറ്റുകൾ. അതായത് ആ അച്ഛൻ ചെയ്തതാണ് ശരി, അതാണ് ഒരു അച്ഛൻ്റെ നീതി എന്നീ തരത്തിലുള്ള സിനിമാ ഡയലോഗുകൾ. പബ്ലിക്കിനോട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം, മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക. അതായത് ലോകത്ത് ഏതൊരു ഡോക്ടർക്കും അവർ ചെയ്ത് സക്സസ് ആയ 1000 കേസുകളേക്കാൾ കൂടുതൽ, അതായത് അവരെ അഭിനന്ദിച്ച 1000 പേഷ്യൻസിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അവർ ചെയ്തിട്ടും സക്സസ്ഫുൾ ആവാതെ പോയ, ഫെയിലിയറായ അല്ലെങ്കിൽ റിലാപ്സ് വന്ന ആ ഒരു 1-2 കേസുകളായിരിക്കും. എന്ന് വെച്ചാൽ അവർ ചെയ്തൊരു കേസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ അതുമൂലം ഒരു ഡോക്ടർക്ക് ഉണ്ടാകുന്ന റിഗ്രറ്റ് വളരെ വലുതായിരിക്കും. അതൊരു ജനറൽ പബ്ലിക്കിന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതാണ് സത്യം. ഇതുകൊണ്ട് തന്നെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ പേഷ്യൻറ്റിനും ഒരു മൈനർ എറർ പോലും സംഭവിക്കരുത് എന്ന് കരുതിയാണ് ഓരോ ഡോക്ടറും ഓരോ ചികിത്സയിലേക്കും കടക്കുന്നത്. അല്ലാതെ ഇന്നീ പേഷ്യൻറ്റിനെ ഉപദ്രവിച്ച് കളയാം, ഇവർ കുറച്ചുകൂടി ബുദ്ധിമുട്ടട്ടെ എന്ന് കരുതിയല്ല ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റിനെയും സമീപിക്കുന്നത്. പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടർ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അതാണ് ശരി എന്ന് പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കുക.